ചക്ക തിന്നലാണ് രാത്രിക്കത്തെ പരിപാടി. ചക്ക ഇങ്ങനെ അങ്ങോട്ട് ചുളപ്പറിച്ചൊരു പാത്രത്തിലാക്കി വെച്ചാൽ പിന്നെ തീർക്കേണ്ട പരിപാടി ഞാനും മക്കളും എല്ലാവരും കൂടെ അവിടെ ചെയ്തോളും. ചക്ക ആണെങ്കിൽ ഒരു ആർക്കും വേണ്ട, ചുളപ്പറിച്ച് സെറ്റാക്കി വെച്ചാൽ എല്ലാവരും തിന്നും. അപ്പോൾ ചക്ക എന്തിനാണ്ട് പണിയെടുക്കണം കേട്ടോ, എല്ലാതും കൂടെ ഒരുമിച്ച്. അതിൻ്റെ ഇടയിൽ കൂടെ തേജുട്ടന് വന്നിട്ട് ഓൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ ക്യാമറയിൽ വെച്ചതുകൊണ്ട്, ആ സ്റ്റാൻഡിൽ വെച്ചതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് സഹിക്കണില്ല. അപ്പോൾ ഓൻ വന്നിട്ട് ഇങ്ങനെ ഇതാവുകയാണ്. ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അയിമ തിരിക്കലും മറിക്കലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചീത്ത പറയുന്നുണ്ട്. അപ്പം അതൊന്നും ആൾക്ക് പറ്റണില്ല. എന്താ നിങ്ങളവിടുത്തെ ചക്കയൊക്കെ കഴിഞ്ഞോ, തിന്ന് കഴിഞ്ഞോ? ഇത് ഒരുമിച്ചൊക്കെ പാടിട്ട് പഴുത്തിട്ട് ഏതായത് തിന്നടുത്ത് അറിയണില്ല. കുറേയൊക്കെ അങ്ങോട്ട് തിന്ന് ഒപ്പിച്ചിട്ടുണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല. കുരുവായിട്ട് അങ്ങനെ ചക്കയായിട്ട് അങ്ങനെ. ചക്ക കൂട്ടാനും വലിയ ഇതില്ല കേട്ടോ, പഴുത്തൊക്കെയാണ് തേച്ചിട്ട് നല്ല ഇഷ്ടം. അപ്പം ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ ചക്കയും കൊണ്ട് പോരും. അപ്പോൾ തിന്നട്ടെ, ബേക്കറിയും മറ്റും മറിച്ചൊക്കെ തിന്നണേലേറെ നല്ലത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഞാൻ ചോള പറിച്ചിങ്ങനെ വെക്കും. അപ്പോൾ ഓന് നല്ല ഇഷ്ടമാണ്. എന്നും ഞാൻ ഒരുമിച്ചാണ് കറി വയ്ക്കില്ല. രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രിക്കേക്കും ആ കറി മതി കേട്ടോ. ഇന്നിപ്പോൾ ഒന്നും തികഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ രണ്ടാമതും കറി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. രാത്രിക്കുള്ളത് കുറച്ച് മതി, അപ്പോൾ അത് വെക്കാനുള്ളതാണ്. ഉപ്പേരിയും പിന്നെ പരിപ്പ് അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഇന്നിപ്പോൾ എന്താണോ ഞാൻ ക്യാമറ പിടിച്ച് നിൽക്കണമെന്ന് തോന്നുന്നു. ആള് എൻ്റെ മൂട്ട കൂടെ തന്നെ ഉണ്ട് കേട്ടോ, എൻ്റെ അടുത്ത് പോണില്ല. ആള് ചെറിയൊരു കുറുമ്പിലാട്ടോ. അതെന്താണോ, ഞാൻ അരി ഉഴുന്ന് അരയ്ക്കുകയാണ്. അപ്പോൾ ഓൻ വന്നിട്ട് ഞാനും ഒന്ന് പിടിച്ചുതരാം അരയ്ക്കാനെന്നൊക്കെ പറഞ്ഞ് സ്വിച്ചൊക്കെ ഓനൊക്കെ മിക്സിയുമൊക്കെ തൊട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ ചെയ്യണ്ട. ഞാൻ പറഞ്ഞു ഇന്നെ യൂട്യൂബ് എന്നെ തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കണം ഓനോട്. ഓനതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം അതിനുള്ള കുറുമ്പാട്ടി നിൽക്കലാണ്. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയായി. ഞാൻ പറഞ്ഞു ഉച്ചക്കൊരു ഡാൻസൊക്കെ കളിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് ഒരു സോപ്പൊക്കെ ഇട്ട് പതച്ചു കേട്ടോ. അപ്പോൾ ആ ഡാൻസാണ് ഈ കാണുന്നത്. ഓനെന്നെ അറിയുള്ളൂ സ്റ്റെപ്പും പാട്ടൊക്കെ. അപ്പോൾ ഓനാണ് എന്തോ ചില്ലുമിനാത്തിയല്ല, ബൊമ്മാലിയാണ് കളിക്കുന്നത്. ബൊമ്മാലി ചക്കയും തിന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ മറ്റു പരിപാടികളും എടുക്കുന്നുണ്ട്. എല്ലാതും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ ഉഴുന്ന് ഒരു തവണ അരച്ചിട്ടോ. അപ്പോൾ തന്നെ ചൂടായിട്ടുണ്ട് സാധനം, ഇത് മിക്സി. അപ്പോൾ പിന്നെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. രണ്ടാം ബാച്ച് അരയ്ക്കുമ്പോൾ കാണാം. ഫസ്റ്റത്തെ വീഡിയോയിൽ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ പണിയെടുക്കാനുള്ള വരവാണത്. അപ്പോൾ അത് സമ്മതിക്കാത്തതുകൊണ്ടുള്ള പിണക്കത്തിൽ നേരത്തെ കണ്ടത്. ഇതാണ് അവസ്ഥ. നല്ല പണിയെടുക്കട്ടോ ആള്. പക്ഷെ എല്ലാത്തിനും ഇപ്പം അങ്ങനെ നമുക്ക് അവനെ പങ്കെടുപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മളെ മാവരക്കല കഴിഞ്ഞപ്പോൾ നമ്മളെ മിസ്സി നമുക്ക് പണി തന്നിട്ടോ. ആള് കേടായിന്. പറഞ്ഞിട്ടും കാര്യമില്ല, കുറേ പഴക്കമുള്ളതല്ലേ. അപ്പോൾ പിന്നെ കേടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്കാണ് ഇപ്പോൾ പണി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തേങ്ങ അരയ്ക്കാനൊക്കെ നമുക്ക് കാരണം ഗതിയാട്. എന്താ നന്നാക്കി കൊണ്ടുവരാമോ. അപ്പോൾ എന്തായാലും മാവരക്കലൊക്കെ എന്തായാലും കഴിഞ്ഞു. ഇങ്ങനത്തെ കടികളൊക്കെ ആണെങ്കിൽ മക്കൾക്കും നല്ല ഇഷ്ടമാണ്, നമുക്കും തന്നെ പണി കുറച്ച് ലാഭമാണ്. എന്താ ചെയ്യുക, എന്തായാലും മിക്സി പണി തന്നു. ഇനി ബാക്കിയൊക്കെ എന്താണാവോ. ഞാൻ പയർ പൊട്ടിക്കണം, ഉപ്പേരി ഉണ്ടാക്കണം, അങ്ങനെ ചില്ലറ പണികളുണ്ട്. എന്തായാലും ഞാൻ അവിടെ പണിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, കുഞ്ഞേ ഈ തേജുവിനെ പോയി പഠിപ്പിച്ചു കൊടുത്താൽ ഞാൻ എന്തായാലും പണിയെടുക്കല്ലോ, അവനൊക്കെ ഒന്ന് എഴുതിപ്പിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓളും രണ്ടാളും കൂടെ ആ ഒരു പഠനത്തെ കാര്യങ്ങൾക്ക് പോവുകയാണ് കേട്ടോ. എന്തോ മകൾ ടീച്ചറും മകന് കുട്ടിയായിട്ട് അങ്ങനെയാണ് ഓല് നിൽക്കുന്നത്. എന്താണ് തല്ലുണ്ടാകുമോ എന്താ അറിയില്ല. അങ്ങനെ ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ ഞാൻ പോയി നോക്കി. അപ്പോൾ രണ്ടാളും നല്ല എഴുത്തും വായനയൊക്കെയാണ്. അപ്പോൾ എന്തായാലും പഠിക്കട്ടെ. കച്ചറ ഉണ്ടാവുന്നുണ്ട്, പഠിക്കണമുണ്ട്, അടി നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ നേരമൊക്കെ വെളുത്ത് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ടാവും. ഞാൻ അപ്പോഴാണ് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കൽ തുടങ്ങിയത്. ഇന്നിപ്പോൾ നമുക്ക് ഇഡലി, നല്ല മാവരച്ചതുകൊണ്ട് ഇന്ന് ഇഡലി, പിന്നെ അതുപോലെ തന്നെ മക്കൾ എണീറ്റിട്ടാണ് ദോശ ഉണ്ടാക്കുക. ഓൽക്ക് ദോശയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇഡലി കറിയൊക്കെ ഉണ്ടാക്കിയ ശേഷം പിന്നെ ഞാൻ നമ്മളെ പച്ചക്കറി തോട്ടമൊക്കെ ഒന്ന് നോക്കാൻ പോയിട്ടോ. ഒരു വഴുതന കുത്തിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാലുള്ളത് ഇത് ഉണ്ടായ വേറെ വഴുതന ഞാൻ പറിച്ചു കേട്ടോ. നമ്മളെ സാമ്പാർക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പറിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് നമ്മളെ എന്താ ചെടീൻ്റെ പേര്, ആ ഒരു പച്ച ലീഫൊക്കെ ആയിട്ടുള്ളത് ആ ചെടിയാണ് ഇത്. പിന്നെ നമ്മളെ ചീര, വശളച്ചീര, വള്ളിച്ചീര, അങ്ങനത്തെ ഒരു ചീര. ഇത് കൂർക്കൽ എല്ലാം നല്ല മഴയൊക്കെ കൊണ്ട് നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മുളകും വെള്ളരിക്കണത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത്. നല്ലൊരു
തെളിഞ്ഞ ആകാശം, മഴയില്ല വെയിലുമില്ല, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. മഴക്കാലമാണെന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും. നല്ല വെയിലാണ്. പിന്നെ ഞാൻ മക്കളെയൊക്കെ ഒന്ന് വിളിക്കാൻ പോയിട്ടോ. എന്തായാലും സമയമൊക്കെ ആയല്ലോ, കുളിക്കണം, ചായ കുടിക്കണം, പിന്നെ പോവണം, അങ്ങനെ കുറേ പണികളുണ്ട്. ആദ്യം പറഞ്ഞേക്ക് ഒരാളെ നോക്കിയാൽ മതിയെന്നു, അപ്പം 2 ആളെയും കൂടി ഒരുക്കി ലെവലാക്കി പോവണ്ടേ. അപ്പം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലൈറ്റ് ഓഫ് ആക്കണം, പിന്നെ മറ്റോട് പിന്നെ ഉറങ്ങുകയാണ്. അപ്പോൾ പിന്നെ ഓനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടി പോകും എന്നൊക്കെ പറഞ്ഞ് വേഗം എണീറ്റു കേട്ടോ. മറ്റോട് പിന്നെ അവിടുന്ന് ചുരുണ്ട് കിടക്കുകയാണ്. ഓള് പിന്നെ ഓളെ കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്യാനായിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. മക്കളെ നീപ്പിക്കാൻ ചെല്ലുമ്പോൾ തേജുട്ടനെ ഞാനായിട്ട് കുറച്ചൊക്കെ ഒരു സ്നേഹപ്രകടനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. മറ്റോള് എണീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നെ കിടക്കാൻ അയക്കുന്നില്ല. അമ്മ വണ്ടി പോകും, ചായ കുടിക്കാൻ നേരം ഉണ്ടാവില്ല, കുളിപ്പിച്ചേരിൻ്റെ പറഞ്ഞ് ഓന് പിന്നെ വേച്ചാറാക്കൽ തുടങ്ങി കേട്ടോ. പിന്നെ വേഗം എണീറ്റ ശേഷം പിന്നെ ഞങ്ങൾ വേഗം പല്ലൊക്കെ തേച്ച് എണ്ണയൊക്കെ ഇട്ട് വേഗം കുളിപ്പിക്കാൻ തുടങ്ങി കേട്ടോ. മറ്റുള്ള അപ്പുറത്തും കുളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വനവിടെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തലയൊക്കെ തോർത്തി ചായയൊക്കെ കുടിച്ചാൽ പിന്നെ മാറ്റി കഴിഞ്ഞാൽ പോയാൽ മതിയല്ലോ. ആൾക്ക് എന്തായാലും നീക്കാനും പോവാനൊന്നും മാട്ടിയില്ല. അതന്നെ വലിയ ഭാഗ്യം കേട്ടോ. അങ്കലവാടിക്ക് പോവാനൊന്നും മാട്ടി നീക്കന്നല്ല, കരച്ചിലും പിടിച്ചലൊക്കെ ആയിട്ടാണ് പോവുക. ഇത് എന്താ അറിയില്ല, വണ്ടിയിലൊക്കെ പോകുന്നതുകൊണ്ടാവും സന്തോഷം. പിന്നെ അങ്ങനെ അവിടുത്തെ പോലല്ലോ, കുറേ കുട്ടികളുണ്ട്, പിന്നെ ബുക്കും കാര്യങ്ങളും പഠിക്കാനും കളറിങ്ങും, പിന്നെ അവിടെ കുറേ കളിക്കാനുള്ള റൈഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ വലിയ കുട്ടിയാവുകയാണെന്നുള്ളൊരു ബോധമൊക്കെ ഉള്ളതുകൊണ്ട് കാര്യം അമ്മ ഓരോ LKG കഴിഞ്ഞ് വിട്ട് വന്നപ്പോൾ ചോദിക്കും, അമ്മ ഞാൻ എത്രയ്ക്കാം എന്ന് LKG ആണ് ഞാൻ ചോദിക്കും. അവൻ്റെ വിചാരം എന്താ, ഇന്ന് പോയാൽ നാളെ ഇനി വേറെ ക്ലാസ്സിക്കാണെന്നാ. അങ്ങനെ വിശാലമായിട്ടുള്ള ഞങ്ങളെ കുളികൾക്ക് ശേഷം പിന്നെ ഞങ്ങളുടെ ഡ്രസ്സിങ് ആണ്. ബോയ് ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. മറ്റേ പൊരി എഴുതണം, പൊട്ടിടണം, അങ്ങനെ കുറേ ഐറ്റംസ്, മുടി കെട്ടി കൊടുക്കണമൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അതൊന്നുമില്ല, മുടി ജസ്റ്റ് ഒന്ന് വാർന്നെടുത്താൽ മതി, പൗഡർ ഇട്ട് കൊടുക്കുക. പൊട്ടൊന്നും ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ ചന്ദനക്കുറിയാണ്, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം തന്നെ മകള് ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞോളം മേക്കപ്പും കാര്യങ്ങളും ഓൾ തന്നെ ചെയ്യും. നമ്മൾ ചെയ്ത് കൊടുത്താലൊന്നും അത് തൃപ്തിയാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ബാധിക്കേ പോവാറില്ല. ഞങ്ങൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ നിൽക്കുക. ഇത് പിന്നെ ഓൾക്ക് പിന്നെ ദോശയാണ് ഇഷ്ടം. അത് ഞാൻ മുട്ട ദോശയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ. അപ്പം അതിനുള്ള പരിപാടിയാണ്. മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്, മറ്റുള്ളവരുടെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. രാവിലത്തെ ഒരു യുദ്ധം കഴിഞ്ഞ് മക്കളൊക്കെ പോവാട്ടോ. ഓല ഉണ്ടാക്കി കൊടുക്കട്ടെ, വണ്ടി വരാനായിന്. ഫോല ഉണ്ടാക്കി കൊടുത്താൽ ഞാൻ ഫ്രീ ആയിട്ടോ. ഇനി ഓലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് എൻ്റെ ചായയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവർ പോവാതെ ഞാൻ കുടിക്കൂല. ഇനിയിപ്പോൾ തേജുട്ടിന് 3:30 ആകുമ്പോൾ വരും. അവന് പിന്നെ 4-4:30 ആകുമ്പോഴാട്ടോ എത്തുക. രണ്ടാളും ഓട്ടോ തന്നെയാണ് വരിക. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, അതായത് തേജുവിന് കഴിക്കാനുള്ള മുട്ടപ്പാത്രം മാറിയിട്ടുണ്ട്. അപ്പോൾ ഓന് കുറച്ച് അധികം ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം അവന് കുറേ കൂട്ടാനുകളൊക്കെ, മുട്ട കൂട്ടാനൊക്കെ കുറേ വേണം. അപ്പോൾ അത് പാത്രം അങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ പാത്രം ചേച്ചീൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് മേടിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഓന് കുറച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം കച്ചറ ഉണ്ടാക്കും. അപ്പോൾ ഓണിടയിൽ സ്നാക്സിന്ന് ബിസ്ക്കറ്റ് എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ 4 ഉണ്ട്. അപ്പോൾ ഓനെടുത്ത് കഴിക്കുകയാണ്. എനിക്ക് 3 മതി. എല്ലാവരും വേഗം കഴിയും. എനിക്ക് കുറേ ഉണ്ടായാലും ഇതിൻ്റെത് വേഗം കഴിയൂല. അപ്പം ഞാൻ ഫസ്റ്റ് ആവില്ല എന്ന് 4 ഒന്നെടുത്ത് തിന്നുകയാണ് കേട്ടോ. അതൊക്കെ അടവാണ്. അങ്ങനെ മുട്ടപ്പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ, അപ്പോൾ അതൊക്കെ ഓന് വേണ്ടത് ഓനും, ഓക്ക് വേണ്ടത് ഓക്കും ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ വണ്ടിക്കുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. എന്തായാലും വരാനായിട്ടുണ്ട് വണ്ടി. പിന്നെ മാറ്റി ഒരുങ്ങി നിൽക്കുമ്പോൾ അത്ര വേഗമൊന്നും വരില്ലല്ലോ. പറഞ്ഞ പോലെ തന്നെയാണ്, വണ്ടി വരാൻ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ മഴ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റി പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മേലെ തന്നെ ഒരു വീടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാൽ വണ്ടി വരുന്ന ഞാൻ കാണും, വേഗം ഇറങ്ങി പോകാനും സുഖമാണല്ലോ. അപ്പോൾ അവിടെ കയറിയിരിക്കുകയാണ്. ലിജേച്ചിൻ്റെ വീട്ടിൽ കയറി ഇരുന്നിട്ടുള്ള അവിടുത്തെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഓണം ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചീൻ്റെ വീട്ടിൽ. ഇപ്പോൾ കണ്ടില്ലേ, ആ കാട്ടിൽ കണ്ടില്ലേ ഒരു ചെടി. ഈ ചെടീൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ അറിയണോല്. അപ്പോൾ എന്തായാലും വണ്ടിയൊക്കെ വന്ന് മോനൊക്കെ പോയി. പിന്നെ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ഇനി ചായ കുടിക്കണം, ചോറ് വയ്ക്കണം, അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചെന്ന പാടെ തന്നെ ഞാൻ ഉഴുന്ന് ദോശയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ നമ്മളെ പണിയിലേക്ക് കടന്ന് പാത്രം മൂറി ചോറിനൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ ഇപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ പണി.
ഞാൻ കുടിവെള്ളമാട്ടോ വെച്ചത്. 2 ദിവസത്തിന് ഒരുമിച്ചത് ഉണ്ടാക്കും. വലിയ കാലത്തിലായിട്ട് ഉണ്ടാക്കിയാൽ അത് മതി. അപ്പോൾ ആ ഒരു കുടിവെള്ളത്തേക്ക് ഞാനിപ്പോൾ ഈ ഒരു നമ്മളെ പനിക്കൂർക്കൻ്റെ ഇലയാണ് ഇട്ടിടുന്നത്. നമുക്കറിയാലോ ഇതിൻ്റെ വെള്ളം, അതുപോലെ തന്നെ നീരൊക്കെ കുടിക്കുന്ന കഫക്കെട്ട്, ജലദോഷം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റുന്നു. അപ്പം ഞാൻ ഈ ഒരു സാധനം കഴുകിയിട്ട് നമ്മളെ ആ ഒരു തിളച്ച വെള്ളത്തേക്ക് നമ്മളെ കുടിവെള്ളത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ആ ഒരു ഇലേൻ്റെ കൂടെ നമുക്ക് ആ വെള്ളത്തിലൂടെ കിട്ടും ചെയ്യും. എങ്ങനെയുണ്ട്? അങ്ങനെ പിന്നെ ഉച്ച ടൈമും കാര്യങ്ങളൊക്കെ ആയി. നമ്മളെ ചോറ് ഉണ്ണുകയാണ്. മീൻ വറുത്തതും പിന്നെ അതുപോലെ സാമ്പാർക്ക് ഈ ഒരു മീൻ ഉണക്കമീൻ മതി കേട്ടോ തള. അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിക്ക് വേണ്ട. അപ്പം അങ്ങനെ നമ്മളെ വെണ്ടയ്ക്ക കറിയും വെണ്ടയ്ക്ക സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് അടിയാണ്. അപ്പോൾ ബാക്കി എന്താ ഞാനൊന്ന് ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത ശേഷം അപ്പോൾ തന്നെ തേജിട്ട് വന്നു. പിന്നെ അവനോട് അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ എഴുതി എന്നൊക്കെ. വന്നു കഴിഞ്ഞ് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. എന്നിട്ടാണ് ചായയും കടി പോലും ഞാൻ കൊടുക്കുക. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച ശേഷം പിന്നെ ചായയും കടിയൊക്കെ കൊടുത്തു.